JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ച സർക്കാർ നടപടിയിൽ ക്രൈസ്തവ സഭകൾക്കിടയിൽ ഭിന്നാഭിപ്രായം. നടപടി തെരഞ്ഞെടുപ്പ് സമ്മർദ്ദം മൂലമെന്ന് ലത്തീൻ രൂപത വികാരി ജനറൽ യുജിൻ പെരേര വ്യക്തമാക്കി. സർക്കാർ തീരുമാനത്തിൽ വ്യക്തത കുറവെന്ന് സിറോ മലബാർ സഭയും പറഞ്ഞു. അതേസമയം രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് കരുതുന്നില്ല എന്നായിരുന്നു KCBCയുടെ പ്രതികരണം. ഇന്നലത്തെ ക്യാബിനറ്റ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാനായിട്ട് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഖ്യാപനത്തിൻ്റെ നിർദ്ദേശങ്ങൾ അത് ഏറ്റവും അധികം ദുരന്തങ്ങൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആവശ്യ ജനവിഭാഗങ്ങളെയൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിക്കണം. തുടർന്ന് ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ചാ വിഷയമാകണം. നമ്മുടെ ഭരണഘടനയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണം. അതുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഒരു കമ്മീഷൻ വെക്കുവാനായിട്ട് തയ്യാറായി എന്നുള്ളത് തന്നെ നമുക്ക് ശുഭോദാർഹമായൊരു കാര്യമായിരുന്നു. നയപരമായ തീരുമാനങ്ങളെടുത്ത് അത് ജനങ്ങൾക്ക് ഗുണപ്രദമായ രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് ഒരു കമ്മീഷൻ വെച്ചു. ആ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് താമസിച്ചാണെങ്കിലും ഇപ്പോൾ അത് അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഏത് ഗവൺമെൻറ് വന്നാലും ആ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായി തീർന്നിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ സമൂഹത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ ആവശ്യങ്ങളിന്മേലുള്ള നമ്മളുടെ നിവേദനങ്ങളായിരുന്നു. അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രശ്നം. എപ്പോൾ നടത്തുന്നു, ആര് നടപ്പിലാക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. സർക്കാരിന്റേത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്നും 3 വർഷം പൂഴ്ത്തിവെച്ച ശേഷം ഇപ്പോൾ പ്രഖ്യാപനം നടത്തുന്നത് എന്തിനെന്നും VD സതീശൻ. 2023 ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച 3 കൊല്ലം ഇവർ എന്തിരിക്കുകയാണ്. 3 വർഷക്കാലം ഒന്നും ചെയ്യാതെ അത് പൂഴ്ത്തിവെച്ചിട്ട് ഇപ്പോൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയാണ്. പബ്ലിഷ് ചെയ്തിട്ട് പോലുമില്ല ഈ റിപ്പോർട്ട്. അപ്പോൾ പോകുന്ന പോക്കിൽ പ്രഖ്യാപനം നടത്തിയ എന്ന് ചോദിച്ചാൽ നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ നടപ്പാക്കും. എന്നാൽ പ്രായോഗികമായിട്ട് ഇതൊന്നും നടപ്പാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗവൺമെൻറ് പോകുന്ന പോക്കിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി. ഇവരുടെ പ്രഖ്യാപനങ്ങൾക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല. സജോ ദേവസ്യയുടെ വിവരങ്ങളുമായി. സജോ, ക്രൈസ്തവ സഭകൾക്കിടയിൽ ഭിന്നാഭിപ്രായമാണ് ഉള്ളത്. പ്രതിപക്ഷം ഇതിനെയൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായും കാണുന്നു. മധു, JB കോശി കമ്മീഷനായി ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത് കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായം ഈ വിഷയത്തിലുണ്ട്. എന്താണ് ശ്രദ്ധേയമായ കാര്യം? സിറോ മലബാർ സഭ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള മന്ത്രിസഭാ തീരുമാനത്തിന്റെ ആത്മാർത്ഥതയും സംശയിക്കുകയാണ്. 3 വർഷം അത് പൂഴ്ത്തിവെച്ചു. തിരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും ഒടുവിൽ, അതായത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ വളരെ ചുരുങ്ങിയ സമയം മാത്രം ബാക്കി നിൽക്കെയുള്ള പ്രഖ്യാപനത്തിൽ അത് തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലുള്ള തീരുമാനം എന്ന നിലയ്ക്ക് അതിന്റെ ആത്മാർത്ഥതയെ സംശയിക്കുകയാണെന്ന് വെച്ചാൽ സർക്കാരിന് ആത്മാർത്ഥത കുറവാണ് ഇക്കാര്യത്തിലുള്ളത് എന്ന നിലപാട് സ്വീകരിക്കുകയാണ് എന്ന ശ്രദ്ധേയമായ കാര്യം. KCBC പക്ഷേ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. പൊതുവിൽ സഭകളെല്ലാം ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു, വൈകിയെന്ന് പറയുന്നു. അതിൽ KCBCയുടെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. എന്തെങ്കിലും രാഷ്ട്രീയം ലക്ഷ്യം സംശയിക്കുന്നില്ല എന്ന നിലപാട് പറയുന്നു. ലത്തീൻ സഭയിൽ തന്നെയും സമുദായ സംഘടന ഒരഭിപ്രായവും വൈദിക ചേരിയിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങളും പുറത്തേക്ക് വരുന്നു. അവർ ഒരു വിഭാഗം അതിനെ സ്വാഗതം ചെയ്യുന്നു, അതിൽ രാഷ്ട്രീയ ലക്ഷ്യം കാണുന്നില്ല. ഈ തീരുമാനം ശുഭോദർക്കമാണ്, അത് സ്വാഗതം ചെയ്യുന്ന നിലപാട് പറയുന്നത്. അതേസമയം തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വികാരി ജനറൽ അതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകാം എന്ന വിമർശനം പറയുന്നു. അങ്ങനെ ക്രൈസ്തവ സഭ പൊതുവിൽ സമ്മിശ്രമായ പ്രതികരണം, വ്യത്യസ്തമായ അഭിപ്രായം, രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നും അതല്ല ഈ തീരുമാനമാണ് പ്രധാനം, അത് ആ സമൂഹത്തിന് നീതി ചെയ്യാൻ ഉതകും വിധമുള്ള ഒരു തീരുമാനത്തിന് തുടക്കം എന്ന നിലയ്ക്ക് കാണണം. അതേസമയം സിറോ മലബാർ സഭ പറയുന്ന ഒരു വ്യക്തത കുറവുണ്ട്. ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്താൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ ശുപാർശകൾ അംഗീകരിച്ചവ, നടപ്പിലാക്കാൻ സാധ്യതയുള്ളവ, ഗുണപരമായി ഭവിക്കാൻ സാധ്യതയുള്ളവ എന്നൊക്കെ ഒരു വ്യക്തമായ ചിത്രം കിട്ടണമെങ്കിൽ അത് പബ്ലിഷ് ചെയ്യണം. അതിനുശേഷം ആ ശുപാർശകളിൽ ഏതൊക്കെ നടപ്പാക്കാൻ സർക്കാർ തീരുമാനമെടുത്തതെന്ന് സംബന്ധിച്ച് വ്യക്തത വേണം. അപ്പോൾ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. അതുവരെ ഇക്കാര്യത്തിൽ സമ്പൂർണ്ണ അവ്യക്തതയുണ്ട് എന്ന വിമർശനം അവർ ഉന്നയിക്കുന്നു, സ്വാഗതം ചെയ്യുകയും അതോടൊപ്പം വിമർശനം പറയുകയും ചെയ്യുന്നുണ്ട്.